പടം വെച്ച് നോക്കിയാൽ പടം നന്നായിട്ടുണ്ട്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അതാണ്. കാരണം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് പ്രോപ്പർലി പറഞ്ഞാൽ. അഖിൽ പോൾ അനസ് ഖാൻ്റെ രണ്ടാമത്തെ പടമാണ്. ഫസ്റ്റ് ടോവിനോ വെച്ച് തന്നെ ഫോറൻസിക്, സെക്കൻഡ് ഈ പടം അഖിൽ പോളിൻ്റെ മൂന്നാമത്തെ പടമാണ്. കോമൺ ആയിട്ട് പുള്ളി റൈറ്ററായിട്ട്, അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് പടമാണ് സെവൻത് ഡേ ആണ്. കോമൺ ആയിട്ട് ടോവിനോ ഉണ്ട്. അപ്പം പുള്ളി ആ ഒരു സംഭവം ഉണ്ടായിരിക്കും. പുള്ളി തന്നെ കോമൺ ജേണറാണ്, ശ്രദ്ധ മനസ്സിലോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഡിപ്പെൻസ് ആണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഇൻ്റർവെല്ലിന് മുന്നേ കൊള്ളാം, കുഴപ്പമില്ല, എൻഗേജിങ് സംഭവങ്ങളില്ല. ലാസ്റ്റ് ഒരു പുള്ളി ഒരു ട്രിവാൻഡ്രത്ത് ലുലുമോൾ വന്നപ്പോൾ പറഞ്ഞിരുന്നു അവസാനം 40 മിനിറ്റ് പുള്ളിക്ക് ഉറപ്പുണ്ടെന്ന്. അത് പക്കാ സംഭവമാണ്. ഇതിൽ പറയുന്നതല്ല ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സാധനം. പുള്ളിക്ക് തന്നെ വേറെ ഒരു 2-3 ഐഡൻറ്റിറ്റി കാര്യങ്ങളുണ്ട്. അത് അവസാനം 40 മിനിറ്റ് ഭയങ്കര എൻഗേജിങ് ആണ്. ക്യാമറ ആണെങ്കിലും ഇതാണെങ്കിലും നന്നായിട്ടുണ്ട്. പിന്നെ തൃഷയുടെ സംഭവം എനിക്ക് പേഴ്സണലി പുള്ളിക്കാരി നല്ലൊരു നടിയാണ്. പുള്ളിക്കാരി ഇതിൽ വന്ന് അഭിനയിക്കണം എനിക്ക് താല്പര്യമില്ല. നമ്മളിപ്പം ഈ ആർപ്പാസിൽ പലവരും സിനിമയിൽ കണ്ട പോലെ പുള്ളിക്കാരി നല്ല നടി. ഇങ്ങനെ ഒരു പടത്തിൽ ഈ ഒരു റോൾ വേറെ ആരും ചെയ്താലും മതി. അതിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ, കൊള്ളാം ചെയ്തിട്ട്. ഇമ്പോർട്ടൻസ് ഇല്ല. ഓവറോള് ഇത് വെച്ച് ക്ലീഷ ബ്രേക്കിംഗ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാണ്. കുറച്ചൊക്കെ പിന്നെ കുറേ ക്ലീഷ തുടങ്ങാൻ കൊള്ളാം. ഒട്ടും കൊള്ളൂലായിരുന്നു. എങ്ങനെയെങ്കിലും തീർന്നാൽ മതി. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയെന്നായിരുന്നു. ഈ എന്താണ് ഇവർ പറയണത്? എന്താണ് സസ്പെൻസാണോ ത്രില്ലറാണോ ഒന്നും മനസ്സിലാവില്ല. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി. വലിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിലറിന് ഫൈറ്റ് പടം നൈസായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ടോവിനോ നമ്മൾ ന്യൂ ഇയറിന് ശേഷം പുതിയൊരു പടം 2-ാം തീയതി ഉള്ളൂ, നല്ലൊരു പടം കാണാൻ പറ്റി. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ത്രില്ലിംഗ് പടം പ്രതീക്ഷിച്ച് പറഞ്ഞവർക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് തന്നെ എനിക്ക് നല്ല വർക്ക് ആയിട്ടുണ്ട്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ തൃശ്ശയുടെ ക്യാരക്ടറാണ്. തൃശ്ശയുടെ ക്യാരക്ടർ നന്നായിട്ട് പോയെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ടൈം പടത്തിൽ അങ്ങോട്ട് വന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരുന്നു, കുറച്ച് എന്തെങ്കിലും പറയുന്നു, ചെറിയൊരു ഡയലോഗ് പറയുന്നു, അത്ര ഒരു പോണ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ടോവിനോ നന്നായിട്ട് ഇറക്കിയിട്ടുണ്ട് പടത്തിൽ. സെക്കൻഡ് ഹാഫും ക്ലൈമാക്സ് ലുക്കൊക്കെ മാസമാണ്, സീനാണ് നല്ലത്. ഇഷ്ടപ്പെട്ട പടത്തിൽ ടോവിനോ പക്ക അഭിനയമായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഫോറൻസിക് പോലെ ഒരു പടം കാണാൻ പറ്റി. ത്രില്ലടിപ്പിക്കുന്നുണ്ട്. അതെ, അങ്ങനെ ചോദിച്ചാല് 5 നമുക്ക് 4 കൊടുക്കാം. ക്ലൈമാക്സ് നന്നായിരുന്നു. അതിൻ്റെ ഒരു ഫ്ലോ, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയുടെ ഒരു ഫ്ലോ നന്നായിട്ട് പോയായിരുന്നു. ക്ലൈമാക്സ് വരെ നമുക്ക് ആ ഒരു അതേ ലെവലിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഫോറൻസിക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ. കൊള്ളാം, നൈസ് മൂവി. ഫൈറ്റൊക്കെ അടിപൊളി. നല്ല അഭിനയം. സോറി, ദിസ് ഈസ് ബെറ്റർ. പടം മേക്കിംഗ് എല്ലാം നൈസ്, പെർഫോമൻസ് ഒക്കെ ഉള്ളത്. പക്ഷേ അവർ പറയാൻ ഉദ്ദേശിച്ച ആ സംഭവം കറക്റ്റായിട്ട് കണക്ട് ആയിട്ടുണ്ട് ഡ്രൈവർക്ക്. ഇത് എൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പേഴ്സണലായിട്ട് എനിക്ക് എവിടെയൊക്കെ എന്തെങ്കിലും മിസ് തോന്നുന്നു പടത്തിൽ. മീൻസ് മേക്കൊക്കെ നൈസാണ്. ഇപ്പം ഒരു വൺ ടൈം വാച്ച് കൊടുത്തതാണ്. തൃശ്ശയുടെ പെർഫോമൻസ് തൃശ്ശയ്ക്ക് പ്രത്യേകിച്ച് കുറവില്ല. അത് തൃശ്ശേനെ ചെയ്തില്ലെങ്കിലും വേറെ ആരും ചെയ്താലും ഓക്കെയാണ്. ഫോറൻസിക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? അതിൻ്റെ അത്രയാണോ? എനിക്ക് പേഴ്സണലി ഫോറൻസിക് അതിനേക്കാളും ബെറ്റർ ആയിട്ട് മേക്കിംഗ് വൈസ് എല്ലാവരും ഋഷിയും ടോവിനോ തമ്മിലുള്ള അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ അല്ല സിനിമ. ഒന്ന് കണ്ടാൽ മനസ്സിലായത് കുറച്ച് ത്രില്ല് മോഡിൽ പോകുന്നൊരു പടമാണ്. നല്ല എൻഗേജ്ഡാണ്, ലാഗ് തോന്നത്തില്ല, അടിപൊളിയാണ്. ടോവിനോയുടെ പെർഫോമൻസ് മുമ്പ് വന്ന പടം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസപ്പെട്ടാണ്. നല്ല ഇഷ്ടപ്പെടും, അടിപൊളി. ടോവി എങ്ങനെയുണ്ട്? ടോവിനെ നൈസായിരുന്നു. നല്ല ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അവസാനമായിട്ട് ലൈക്ക് ഒരു അതാണ് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് സീൻസ് ആയിരുന്നു. പിന്നെ ആൾക്ക് കുറച്ച് മാസ് ഹീറോ ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു സീൻസോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഒരു ടെക്നിക്കലി ബ്രില്യൻ പടമാണ്. ആക്ച്വലി സ്റ്റോറി നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത് പോലെ തോന്നും, പക്ഷേ അങ്ങനല്ല. അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഹാസ് ബീൻ ഡൺ എക്സലൻ്റ്ലി. എന്ന് വെച്ചാൽ ലാസ്റ്റ് ക്ലൈമാക്സ്, പ്രത്യേകിച്ച് ഒരു ലാസ്റ്റ് 40 minutes ഇസ് എക്സെപ്ഷണൽ. ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, നമ്മൾ അതിലോട് നിൽക്കും. പക്ഷേ ഇൻവെസ്റ്റിഗേഷനെ കാട്ടി കൂടുതൽ സ്പോയിലറാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്. ഹീറോയുടെ ഫ്ലാഷ് ബാക്സ് ആൻഡ് ഓൾസോ അബൌട്ട് ദാറ്റ് സ്റ്റോറി ഈസ് ഗുഡ്. നമ്മൾ കുറച്ച് കണ്ടയിലും വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്.